കാട്ടുപോത്തിനെ വേട്ടയാടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തി. രഹസ്യവിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ തെരച്ചിലിൽ വേവിച്ചതും വേവിക്കാത്തതുമായ 20 കിലോ മാംസം കണ്ടെടുത്തു. കരുവാരക്കുണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല സുബൈർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത്. ബാപ്പുട്ടി ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയെന്നാണ് വിവരം. ശനിയാഴ്ച പുലർച്ചെയാണ് മാംസം വിൽപ്പന തുടങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സുബൈറിന്റെ വീട്ടിൽ പരിശോധന നടത്തി ഇറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തത്. പ്രഷർ കുക്കർ, കത്തി, പാത്രങ്ങൾ അടക്കം 8 കിലോയോളം വേവിച്ചതും 12 കിലോയോളം വേവിക്കാത്തതുമായ ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത്. പ്രതികൾ നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ പറഞ്ഞു. വേട്ട സംഘത്തിൽ 6 പേർ ഉണ്ടെന്നാണ് സൂചന. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട്. വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമുണ്ടായിരുന്നെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നുമുള്ള വിവരം അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരം ലഭ്യമാകൂ. കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്തു വാങ്ങിയവരും കേസിലെ പ്രതികളാകും. പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും. കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ PN സജീവൻ, BFOമാരായ AN അഭിലാഷ്, VA വിനോദ്, T സജീവൻ, K അശ്വതി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഫോറസ്റ്റ് റേഞ്ചർ P രാജീവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.